ഇതെന്താ നിങ്ങൾ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് അവൾ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലയോ? അപ്പനെല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കണേ? മിണ്ടാരിടാ. നീ ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കുകയായിരുന്നു അല്ലയോ? നിനക്കായിരുന്നല്ലോ വലിയ അഭിമാനം, മോൻ വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ കണ്ടില്ലേ അവന്റെ കല? ഇനി വേറെ വല്ലതും ഞങ്ങൾ അറിയാത്തതായിട്ടുണ്ടോ? ഉണ്ട് അങ്കിൾ. എൻ്റെ അച്ഛനമ്മയും ഒരുമിച്ചല്ല താമസം. അവർ പിരിഞ്ഞിട്ട് വർഷങ്ങളായി. ഓഹോ, അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ ഇത്? ആക്ച്വലി അവരെ കുറ്റം പറയണ്ട, ഞാനാ അവരോട് കള്ളം പറയാൻ പറഞ്ഞത്. എന്നതാ ഇത്? എടാ, അവൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് ഒരാളെങ്കിലും ഒരു അക്ഷരം പറയാത്തതെന്താ? ജോർജെ, നിന്റെ മോനൊരു അബദ്ധം പറ്റി, അതവൻ തിരുത്തുകയും ചെയ്തു. ഈ പ്രായത്തിലുള്ള വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഓടി രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം അതെന്നാ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണോ? എടാ, നിന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് നീ ഉണ്ടായത് അങ്ങനെയല്ലേ? എന്നതാ എല്ലാരും ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ? ഇത് ലോകത്ത് നടക്കാത്ത കാര്യം വല്ലതുമാണോ? എന്റെ കർത്താവേ, എന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ബഹളം വന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. എന്റെ മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കേ അത് നടക്കത്തുള്ളൂ. അമ്മച്ചിയാ ഇവൻ ഇത്രയും വഷളാക്കുന്നത്. അത് ശരിയാ. അങ്ങനെ പിള്ളേരെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ നിങ്ങളത് തിരുത്തല്ലേ വേണ്ടത്? സോറി മിസ്റ്റർ അബ്രഹാം, വി ഡിഡ്ന്റ് വാണ്ട് ടു ഹേർട്ട് യു. ചില അപ്രിയ സത്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വി ജസ്റ്റ് പ്ലേഡ് അലോങ്. മേ ബി വി ഷുഡ്ന്റ് ഹാവ്. അനന്ത് പറഞ്ഞപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്തതാ. വി ആർ റിയലി സോറി അബൌട്ട് ഇറ്റ്. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചോ. വേഗം വീട് പിടിച്ചാ ഉള്ള കച്ചവടം മുടങ്ങത്തില്ല. മരിയ, നിനക്ക് തൃപ്തിയായല്ലോ? ജോർജെ, എന്നതാടാ നീ കാണിക്കുന്നേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ സഞ്ജനയുടെ കൂടെ വന്നോളൂ. ഓക്കെ. ഓ, നിന്റെ ആക്ടിങ് നന്നായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ കരുതി ഇതൊക്കെ റിയൽ ആയിരിക്കുമെന്ന്. ഞാനും. എന്താ? ഒന്നുമില്ല, എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കല്യാണം 1 വർഷത്തേക്ക് മാത്രമാണെന്ന് പറയായിരുന്നു. എന്താ, എനിക്കിപ്പോ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ പോവാ. സൗകര്യമുള്ളപ്പോൾ വന്നാൽ മതി. ബൈ. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കില്ലേ. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. ശരിക്കും? എന്താ ഒരാക്കിയ ചിരി? ഈ കുരുക്കുന്ന് നീ എങ്ങനെയാ ഊരിപ്പോരാൻ പോണെന്ന് ആലോചിച്ച് ഇവരൊന്ന് ചിരിച്ചു പോയതാണ്. ക്ഷമിച്ചു. അങ്ങനെ ഊരിപ്പോരാൻ പറ്റാത്ത കുരുക്കൊന്നും ഇവിടെ ഇല്ല. ഓ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, കം കം. ഞാൻ മോളില് ആതിരയുടെ അടുത്ത റൂം റെഡിയാക്കിയിട്ടുണ്ട്. കം. വാട്ട്സ് ദിസ്? ഫ്ലാറ്റ് മുഴുക്ക പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ താമസിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. നോ ഡ്രിങ്കിങ്, നോ സ്മോക്കിംഗ്, നോ ചിക്സ്, നോ ഫ്ലിങ്സ്, നോ ഡ്രഗ്സ്, നോ ലേറ്റ് നൈറ്റ്, നോ അഡൾട്ട് മൂവീസ്. ഓക്കെ ഹെഡ് മിസ്ട്രസ്. ഹായ്. ഒന്ന് ചെന്ന് നോക്ക്. ഓ ശരി. ബൈ. ഒരു കിഴവൻ കുറവുണ്ടല്ലോ. വാ. എന്നൊന്ന് ചെയ്യല്ലേ? ഒന്നാം തിങ്കളിൽ ഒരു രൂപമായിതേ, രണ്ടാം തിങ്കളിൽ നോൺസെൻസ്. മൂന്നാമൻ തിങ്കളിൽ കണ്ണി കണ്ടവർക്ക് വന്നിരുന്ന ഒച്ചയും വെള്ളം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇനി അഥവാ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡീസന്റ് ആയിട്ട് പെരുമാറാൻ പഠിക്കണം. അപ്പൊ നീ ഈ കാണിക്കുന്ന ഡീസൻസി. ഓ, അത് ശരി. ഇവിടെ പാർട്ടി നടക്കല്ലേ? തനിക്ക് വേണമെങ്കിൽ ആയിക്കോ, പക്ഷെ പാതിരാത്രിക്ക് ഒച്ച വെച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ എം പ്രഗ്നന്റ്. എനിക്ക് നേരത്തിനും കാലത്തിനും ഉറങ്ങണം. നിങ്ങൾക്ക് പ്രായമായില്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാനിങ്ങനെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. സ്ഥലവും സന്ദർഭവും അനുസരിച്ചൊന്നും പെരുമാറാൻ എനിക്കറിയില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. ഐ ആം സോറി. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എന്തിനാ സോറി പറയണത്? ലിസൺ, ഗുരു എന്റെ ഫാമിലി മെമ്പറാണ്. ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഹൗ ഡേ യു? ഈ റൂം എന്റെയാണ്, ഞാൻ എനിക്ക് തോന്നിയ പോലെ കാണിക്കും. But it's my house. നിങ്ങൾ വെറുതെ അടികൂടണ്ട. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എവിടെയും പോണ്ട. ഇന്ന്
ഇവിടെ നിന്നാ മതി. നീ വാശി പിടിക്കല്ലേ, ഇറങ്ങട്ടെ. ലേറ്റായി. ഐ എം സോറി വൺസ് അഗെയിൻ. di giorni senza gloria, notti nere cullano, sonno dell'indecenza, un'ombra si incammina, goffa senza memoria, marcia passi indietro il male dell'indifferenza. Dalle fogne della razza strisci il disturbato, tra coscienze inerti che non chiedono il perché. എന്നെ ഡിസ്റ്റർബ്. ഇളക്കുള്ള പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് ഇടക്കിടക്ക് പാടിക്കോ. ഓ अजीब दास्ता है ये, कहाँ शुरू कहाँ खत्म, ये मंजिले ये कौन सी, ना वो समझ सके न हम. अजीब दास्ता है ये. ഭൂഗോളം കരകര കരകര തോന്യാസം മിൻതക്കിൻ തക്രാവിൽ തര 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 തര. ആരാണിവിടെ ചോദിക്കാൻ? ആരാണിവിടെ ചോദിക്കാൻ? പറ 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 പറ. What the crap is this? എനിക്ക് രാത്രി ഉറക്കം ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ പലതും ചെയ്യും. ഐ എം എ പ്രഗ്നന്റ് വുമൻ. I'm not pregnant, but still. Don't you dare touch it. What are you doing? എന്റെ ഗിറ്റാർ തൊട്ട് കളിച്ചാണ്ടല്ലോ എന്നോടാ കളി. Oh God. എന്റെ നെയിൽ പോളിഷും കൊണ്ടുണ്ടോ. യൂസ്ലെസ്. നാണമില്ലേ ചെറിയ കുട്ടികളെ പോലെ? തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ? നിനക്കിത്ര പ്രശ്നമാണെങ്കിൽ why did you accept his proposal? നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. Now if you have the courage and decency, stand by it. ഒന്നുമില്ലേലും നിനക്ക് അവനേക്കാളും 3-4 വയസ്സ് കൂടുതലല്ലേ? അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ? നീ ചിരിക്കണ്ട. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഐ നോ യു നീഡ് യുവർ ഫ്രീഡം. പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷനാണ്. അതെ മാം, ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ്ഡ് ഇയർ പ്ലഗ്സ്. അത് ചെവിയിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മൂഡ് വരും. ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിയിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ. മതി സസ്പെൻസ്. അല്ലെങ്കിലും തന്റെ ഫ്രണ്ട് കാരണം പ്രാന്തായിരിക്കാണ് ഞാൻ. നാളെ ആതിരയുടെ ആദ്യത്തെ സോണോഗ്രഫി ടെസ്റ്റാ. ടെസ്റ്റ് അവക്കല്ലേ, എനിക്കല്ലല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഓരോന്ന് ചെയ്തുകൊണ്ടാ ഇപ്പൊ ഈ ടെസ്റ്റ്. അവളാണോ ഇത് എന്നോട് വന്ന് പറയാൻ പറഞ്ഞേ? അല്ല, ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ നാളെ ബിസിയാ. ഓക്കെ ബൈ, നാളെ കാണാം. അതിന് ഞാൻ നാളെ ഐ എം നോട്ട് കമ്മിങ്. എനിക്കറിയാം നീ നാളെ വരുമെന്ന്. ഗുഡ് ബൈ മാഡം. എന്റെ റൂം ആരാ ക്ലീൻ ചെയ്തേ? ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. അറിയില്ലേ? ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ? എന്താ ഇവിടെ താമസിക്കണെങ്കിലേ മനുഷ്യന്മാരെ പോലെ ജീവിച്ചാ പറ്റൂ. ഇത് എന്റെ റൂമാണ്, ഞാൻ തോന്നിയ പോലെ താമസിക്കും. നിനക്കെന്താ? ബുൾഷിറ്റ് ക്ലെൻലിനെസ്. നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ പോയിക്കോളാം. പോയിക്കോ. ആരാ പറഞ്ഞ പോണ്ടാന്ന്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ സത്യമായിട്ടും പോവും. പോയിക്കോന്നേ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അയ്യോ, കഥ കടച്ച് കടന്നൂടെ? അത് ഇവള് റിമോട്ട്. ഈ വൃത്തികെട്ട വ്യക്തിപരമായ സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടരുത്. ഞാനാ അത് മുഴുവൻ പെറുക്കണത്. നാറ്റ സഹിക്കാൻ വയ്യ. എന്താ നടക്കട്ടെ. അതെ, മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ. എന്ത്? മുടി ഓപ്പൺ ആണ് നല്ലത്.
ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ നടക്കാണ്? ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ? എടി അങ്ങനെ അല്ലടി, എന്റെ അറബി ആള് മോശക്കാരനാ. ലീവ് ചോദിച്ചിട്ട് അയാൾ തരണില്ലടി. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? ഇവിടെ വന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ? എന്താ നിങ്ങൾക്കൊരു ചിന്തയില്ലാത്ത? ഇവിടെ പല പെമ്പിള്ളേരും കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കണം. ഓ, കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ? നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളിയുണ്ട്, അതാ ഇങ്ങോട്ട് വരാത്ത? എന്താണ്ടി പറയണത്? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്, നടു നിർത്താൻ സമയമില്ല. അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ്? ലീവ് കിട്ടാതെ ഞാൻ എപ്പോ വരാനാണ്? നീ എന്ത് വർത്തനായി പറയണത്? നടു നിർത്തോ എന്ത് കുന്തോ നിർത്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഈ പ്രശ്നമല്ലാന്ന്. നിങ്ങൾ വന്നിട്ടില്ല വെച്ചാല് ഞാൻ വേറെ മാർഗം കാണും. നീ എന്ത് മാർഗാണ്ടി? ഹൈ, വല്ലാത്ത മനുഷ്യൻ തന്നെ. ഹൗ, എന്താ ഈ പയറിന് വെന്തൂടെ? ഭർത്താവിനെ കാണണോ? അതിന് മൂപ്പരിക്കട് വരുന്നില്ലാലോ. അതിനല്ലേ സ്കൈപ്പ്. കയ്പോ? എന്താണത്? കയ്പല്ല, അതൊരു സൂത്രപ്പണിയാ. നമുക്ക് ചേട്ടായിനെ ഇവിടെ ഇരുന്ന് തന്നെ കാണാം, സംസാരിക്കാം, പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം. അതിനാ കുന്ത്രാണ്ട് എന്റെ കയ്യിലില്ലാലോ. അതിനത് എന്റെ കയ്യിലുണ്ടല്ലോ. ആ നമ്പർ ഇങ്ങതാ, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം. നമ്പർ കൊടുക്കാം, പണിയാവോ? പിന്നെ രാത്രി റെഡിയാക്കിയോ? സുന്ദരി കുട്ടിയായിരിക്കണേ. സുന്ദരി കുട്ടി? എന്താ ഈ ചെക്കന്? ഞാൻ ആ ടൈപ്പൊന്നും അല്ല. അയ്യോ, ഇതെന്താ ഇത്? കല്യാൺ സിൽക്കിന് പരസ്യോ? എന്നെ കാണാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ഗ്ലാമർ ആയതാ. അതെ, ഈ പൊട്ടെങ്ങനെയുണ്ട്? ഇതാ ചന്ദനപ്പടിയിലെ ചേച്ചി തോന്നുന്നതാ. വളരെ നന്നായിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കാം. ഇത് കണ്ടാ കെട്ടിയോൻ പേടിച്ചു പോവല്ലോ. എന്റെ രാരിയേട്ടന് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. രാരിയേട്ടനോ? അല്ല, രാരിച്ചൻ നല്ല പൗരനാണ്. നീ അതൊന്നും പറയാതെ കാര്യം റെഡിയാക്കാൻ നോക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ കാണാനുള്ള മോഹാണ്. വേഗം ആട്ടയത്. ഓ, ദാ പിടിച്ചോ. ഇപ്പൊ റെഡി ആയത്. ദൈവമേ, ഇത് ഏട്ടനാണല്ലോ. ആണ്. എങ്ങനെയുണ്ട് ഏട്ടൻ? ഗ്ലാമർ ആയിട്ടുണ്ടാ? നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല ഉഷാറായിട്ടുണ്ട്. ഓ, ഈ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഏട്ടാ 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 ഏട്ടാ, അവിടെ ഇവിടെ നോക്കി ഇത് മൊത്തം പോയത്. വേഗം റെഡിയാക്കാൻ നോക്ക്. ഓരോ കുന്ത്രാട്ടോ വെച്ച് മനുഷ്യനെ പറ്റിക്കാൻ നടക്കാണ്. റെഡിയാക്കുന്നേ. രാരിയേട്ടൻ പോയത്. രാരിയേട്ടനൊക്കെ പോയി, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാന്ന്? നാളെയാണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. എവിടെ നോക്കി ഇരിക്കുകയാണ് നീയൊക്കെ? രാരിയേട്ടനും പോയി, എല്ലാം പോയി. അവന്റെ ഒരു കയ്പ്.